വലിയ രീതിയിൽ അവർ വില കുറച്ച് കൊടുക്കില്ലെന്ന് അറിഞ്ഞപ്പോൾ അവരെ ചീത്ത വിളിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ് അവിടുന്ന്. അങ്ങനെ നമ്മൾ 16 കിലോമീറ്ററോളം കഴിഞ്ഞ് നമ്മുടെ നെടുമങ്ങാട് എത്തിയിട്ടുണ്ട്. നമുക്ക് റൈറ്റിലേക്ക് പോയ നെടുമങ്ങാടാണ്. നമ്മൾ റൈറ്റിലേക്ക് പോകുന്നില്ല, നേരെയാണ് പോകേണ്ടത്. പൊന്മുടി ബ്രൈമോർ റൂട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് അത് നോക്കിയാൽ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ നേരെ ആ പൊന്മുടി റൂട്ടിലേക്ക് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയാണ് ഇനിയുള്ള യാത്ര എന്ന് പറയുന്നത്. ചെറിയ റോഡാണ്. സിറ്റിയിൽ നിന്ന് കുറച്ച് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം മരങ്ങളും നല്ല ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് ഈ പറയുന്ന നമ്മൾ ഈ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത്. അതായത് പൊന്മുടി ബ്രൈമോർ റൂട്ട് എന്ന് പറയുന്നത്. നമുക്ക് നോക്കി അറിയാൻ പറ്റും, സൈഡിലൊക്കെ തെങ്ങും അതേപോലെ തന്നെ ഫുള്ള് നല്ലൊരു വ്യൂ തന്നെയാണ് ആ റോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഈ രീതിയിൽ വെയിൽ നമ്മളെ അലട്ടിയിരുന്നില്ല, വെയിലിൻ്റെ ചൂട് നമ്മളെ. അപ്പോൾ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്താണ് ഈ വഴിയുള്ള യാത്ര എന്ന് പറയുന്നത്. അത് നമ്മൾ ടൗണിൽ നിന്നൊക്കെ കയറി കുറച്ച് ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ റോഡ് കയറുന്ന സമയത്ത് തന്നെ ക്ലൈമറ്റിൽ വെയിലിൽ നല്ലൊരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഈ സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്തെ ഒരു ക്ലൈമറ്റാണ് നിങ്ങൾ കാണുന്നത്. വെയിലിൻ്റെ കാഠിന്യം കുറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ആ ഒരു വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചുള്ളിമാനൂർ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കാണ് പോവേണ്ടത്. അപ്പോൾ നമ്മൾ കുറേ ദൂരം വന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ റെസ്റ്റ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് വണ്ടി നിർത്തിയിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഒരു ഏകദേശം 21 കിലോമീറ്ററോളമാണ് നമ്മുടെ റിസോർട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം 2-3 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ വീണ്ടും ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ്. നമുക്കിനി പോകേണ്ടത് പാലോടേക്കാണ്. ഇവിടുന്ന് ഒരു ഏകദേശം 8 കിലോമീറ്റർ കൂടിയാണ് ഇനി പാലോടിലേക്ക് വരുന്നത്. പാലോടിൽ നിന്നാണ് ബാക്കി നമ്മുടെ യാത്ര തുടങ്ങുന്നത്. അപ്പോൾ പാലോട് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 3/4 കിലോമീറ്റേഴ്സോളം അല്ലെങ്കിൽ 3/4 ഭാഗത്തോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ യാത്രയുടെ. അപ്പോൾ അവിടുന്ന് പിന്നെ നമുക്ക് വരുന്ന ഒരു 10 കിലോമീറ്റേഴ്സ് കൂടി മാക്സിമം വരുള്ളൂ നമ്മുടെ ഈ പറയുന്ന റിസോർട്ടിലേക്കുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ആ പാലോടിലേക്കുള്ള യാത്രയാണ് ഇതിൽ കാണാൻ പോകുന്നത്. ഈ ഓരോ വീഡിയോയുടെ ക്ലിപ്സിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ഉള്ള ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന സമയത്ത് നമ്മുടെ റോഡ് കയറുമ്പോൾ നെടുമങ്ങാട് നിന്ന് നമ്മുടെ പൊന്മുടി റോഡ് കയറിയ സമയത്തുള്ള ക്ലൈമറ്റ് അല്ല നമ്മളിപ്പോൾ പാലോടിലേക്ക് എത്തുന്ന സമയത്തുള്ള ക്ലൈമറ്റ്. ഇവിടെ വരുമ്പോഴും അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ പോലും നല്ല മരങ്ങളുടെയൊക്കെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം ചൂടൊന്നും അനുഭവപ്പെട്ടിട്ടില്ല. നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. നമുക്ക് മഴയൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ആർക്കും റെയിൻ കോട്ട് ഇല്ലായിരുന്നു. മഴയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയൊക്കെ സുഗമമായിരുന്നു. നമുക്ക് എത്തിച്ചേരുന്നിടം വരെ മഴയൊന്നും ഉണ്ടായിരുന്നില്ല.
ഇപ്പോൾ താന്നിമൂട് ആ വഴിയിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. താന്നിമൂടിലേക്കുള്ള റോഡാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. താന്നിമൂട് പാസ് ചെയ്ത് കൊച്ചു താന്നിമൂടൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വ്യൂ എന്ന് പറയുമ്പം മാരക വ്യൂ ആണ്. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ആ മേഘവും കാര്യങ്ങളും ഒക്കെ. ഇപ്പം നമ്മുടെ പുറകിൽ നിന്ന് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് കയറിയിട്ടുണ്ട്, ഒരു ടെമ്പോ. ആ ചേട്ടനൊക്കെ നമ്മളെ കൈയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. തമിഴ്നാട് രജിസ്ട്രേഷനുള്ള വണ്ടിയാണ്. ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കൈ കാണിക്കാൻ പറ്റിയില്ല, കാരണം വണ്ടിയിൽ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ദൂരം മുന്നിലേക്ക് വന്നു കഴിയുമ്പോൾ പാലോടിലേക്ക് പോകാനായിട്ടൊരു വഴിയാണ്. ലെഫ്റ്റും റൈറ്റും ഉണ്ടാവും. നമ്മൾ റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്, എങ്കിൽ മാത്രമേ നമുക്ക് ബ്രൈമോറിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. ബ്രൈമോർ പാലോട് റോഡിലേക്കാണ് നമ്മളിപ്പോൾ കയറാനായിട്ട് പോകുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, വഴി കാണുന്ന സമയത്ത് തന്നെ അറിയാൻ പറ്റും, ഫുൾ മരങ്ങളാൽ മൂടപ്പെട്ട് നിൽക്കുകയാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ചിലവരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഒരു പ്രതീക്ഷയാണ്, നമ്മളിപ്പോൾ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു ശരിക്കും ഉള്ളത്. അപ്പോൾ ഒരു നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതിൻ്റെ ഒരു സൗന്ദര്യം, ആ പ്രകൃതിയുടെ സൗന്ദര്യം തന്നെ വീഡിയോയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അങ്ങനെ അവിടുന്ന് കുറച്ച് ദൂരം എത്തിയപ്പോൾ നമുക്ക് പാലോടേക്ക് കയറാനായിട്ട് റൈറ്റ് സൈഡിലേക്കാണ് പാലോട് പോകേണ്ടത്. അപ്പോൾ നമ്മൾ പാലോട് റോഡിലേക്ക് കയറിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കുറച്ച് ഫോറസ്റ്റിലൂടെയുള്ള യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാലോട് ടൗണിൽ എത്തിയിരിക്കുകയാണ്. ടൗണിൽ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. നമ്മുടെ ഈ റിസോർട്ടിലേക്ക് പോകാനായിട്ട്, അല്ലെങ്കിൽ ബ്രൈമോറിലേക്ക് പോകാനായിട്ട് റൈറ്റ് സൈഡിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് വരുന്നത്, പാലോട് നിന്നും നമ്മുടെ റിസോർട്ടിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത് കൂടിപ്പോയാൽ ഒരു 10 കിലോമീറ്റർ മാത്രമാണ്. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 9.5 കിലോമീറ്റേഴ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ നിന്ന് ഇനി വരാൻ പോകുന്ന ദൂരം. അങ്ങനെ നമ്മൾ സിറ്റി ട്രാവലിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ ഫുള്ളായിട്ട് ഇടിഞ്ഞാറിലേക്കുള്ള, നമ്മുടെ റിസോർട്ടിലേക്കുള്ള ഫുൾ ഫോറസ്റ്റ് ഏരിയയിലേക്ക് നമ്മൾ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മുളച്ചിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമുക്ക് ഏകദേശം വരുന്ന ദൂരം എന്ന് പറയുന്നത് 5 കിലോമീറ്റേഴ്സ് മാത്രമാണ്. ബൈക്കിലൊക്കെ പോകുന്നവരാണെങ്കിൽ മാക്സിമം ഹോൺ വഴിക്ക് പോകുക, കാരണം ചെറിയ റോഡാണ്. വളവ് നമുക്ക് ചിലപ്പം പെട്ടെന്ന് വെട്ടിച്ചെടുക്കാൻ പറ്റിയെന്ന് വരില്ല. അധികം വണ്ടികളൊന്നും വരുന്നതല്ലെങ്കിൽ പോലും വളവുകൾ നൂർത്തെടുക്കാനായിട്ട് കുറച്ച് പാടാണ്, നിവർത്തിയെടുക്കാനായിട്ട്. അപ്പോൾ ഹോൺ വഴിക്ക് മാക്സിമം ശ്രദ്ധിച്ച് പോവുക ഈ വഴിയിൽ കൂടി. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല വലിയ വളവും കാര്യങ്ങളൊക്കെയാണ്. വലിയ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടായിരിക്കും.
ഈ യാത്രയിൽ നമ്മൾ കാണുന്ന എല്ലാ സ്ഥലങ്ങളും വളരെ അതിമനോഹരമായിരിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ആ വീഡിയോയിൽ എല്ലാം തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ഡ്യൂറേഷൻ കൂടുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആ എല്ലാ സ്ഥലങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നും തന്നെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞിട്ടില്ല. നല്ലൊരു വ്യൂ തന്നെയാണ്. നമുക്ക് ഈ മരങ്ങളൊക്കെ കൂടിയിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. നല്ലൊരു നമ്മുടെ മൈൻഡ് തന്നെ റിലാക്സ് ആവുന്നൊരു തരത്തിലുള്ള. ഇനി നമുക്ക് ഇവിടുന്ന് വരുന്ന ദൂരം 1 കിലോമീറ്റർ അല്ലെങ്കിൽ മാക്സിമം 2 കിലോമീറ്റർ മാത്രമാണ്. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുൻപിൽ പോയ ചേട്ടന്മാരൊക്കെ നമ്മളവിടെ വിചാരിച്ചത് അവർ റൂമിൽ കയറി അവരത് സെറ്റ് ആയിട്ടുണ്ടെന്നാണ്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. അവർ വഴി തെറ്റി കുറച്ച് മുന്നിലേക്കൊക്കെ പോയതിന് ശേഷം വീണ്ടും തിരിച്ചു വന്നതാണ്. നമ്മുടെ കുറച്ച് മുളച്ചിലൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ ഈ പറയുന്ന റിസോർട്ട് വരുന്നത്. അപ്പോൾ അത് അവിടെ വലിയ ബോർഡോ ഒന്നും വെച്ചിട്ടൊന്നുമില്ല. റിസോർട്ട് അങ്ങ് ഉള്ളിലേക്കാണ്. 1 കിലോമീറ്ററിനകത്ത് പോയി കഴിഞ്ഞാലാണ് റിസോർട്ട് എത്താൻ പറ്റും. അപ്പോൾ അവിടെ ബോർഡും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ച് പാടുപെട്ട്. അപ്പോൾ അവർ കടയുള്ളത് കൊണ്ട് ആ കടയിലെ ചേച്ചിയെടുത്ത് ചോദിച്ചിട്ടാണ് നമ്മൾ ആ വഴിയിൽ കൂടി പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും നമ്മുടെ ഹാപ്പി ലാൻഡിലേക്ക് പോകുന്നത്. ഇപ്പോൾ ട്രിവാൻഡ്രത്ത് ഹാപ്പി ലാൻഡ് ഉണ്ട്. അവിടെ പോയി പോകുന്ന വഴി സെയിം വഴി പോലെ തന്നെയാണ്. ചെറിയൊരു വഴിയാണ് നമ്മൾക്ക് ഈ പറയുന്ന ബ്രൂക്ക് ആൻഡ് ബോൾഡേഴ്സിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. ഞാൻ ഈ ചില സമയത്ത് പറയുമ്പോൾ ബ്രൂക്ക് ആൻഡ് ഷോൾഡേഴ്സ് എന്ന് പറയുന്നുണ്ട്. അത് തെറ്റ് പറ്റുന്നതാണ്. ബ്രൂക്ക് ആൻഡ് ബോൾഡേഴ്സ് എന്നാണ് റിസോർട്ടിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. ഇനി ബാക്കിയുള്ള നമ്മളവിടുന്ന് കുറച്ചെത്തി കഴിയുമ്പോൾ പിന്നെ മുകളിലേക്ക് ഒരു വലിയ കുത്തനെയുള്ള കയറ്റമാണ്. നമ്മൾ പോയപ്പോൾ വേറെ വണ്ടികളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സുഖമായിട്ട് തന്നെ നമുക്ക് കയറി പോകാൻ പറ്റി. കയറി കുറച്ച് മുകളിലെത്തി കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ളൊരു ഓഫ് റോഡ് ഉണ്ട്. അപ്പോൾ ചെറിയ രീതിയിലൊന്നും പറയാനേ പറ്റുള്ളൂ. മഴ പെയ്ത് കഴിയുമ്പോൾ കുറച്ച് മോശമായിരിക്കും. നമ്മൾ ചെന്ന സമയത്ത് മഴയൊന്നും പെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ കയറി പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിലും വെയിറ്റൊക്കെ വെച്ചിട്ട് പോകുന്ന സമയത്ത് കുറച്ച് കാലക്കിട്ട് തൊഴിഞ്ഞ് കയറി പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളങ്ങനെ ഇനിയും കുറച്ചുകൂടി എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലം എത്തിക്കഴിഞ്ഞു. പിന്നെ സ്ഥിരമുള്ള കാടുകളിലൊക്കെയുള്ള നമ്മുടെ ഈ പുഴിശല്യം അട്ടശല്യം ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു മഴ സമയം അല്ലാത്തത് കൊണ്ടായിരിക്കണം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാത്തതെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നമ്മുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ബ്രൂക്ക് ആൻഡ് ബോൾഡേഴ്സ് എന്ന് പറയുന്ന റിസോർട്ട്. ഇതതിൻ്റെ റിസപ്ഷനും അതേപോലെ തന്നെ പാൻട്രിയും ഒക്കെയാണ് ഫസ്റ്റ് നമ്മൾ ഇറങ്ങി ചെല്ലുന്ന സമയത്ത് വരുന്നത്. അവിടെയാണ് നമ്മുടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. അപ്പുറത്തെ സൈഡിലായിട്ട് കിച്ചൺ ഉണ്ട്, ഇടത് സൈഡിലായിട്ട് വരുന്നത്. പിന്നെ അങ്ങോട്ടേക്ക് ബാക്കി നമ്മുടെ ഓരോ ഹട്ടായിട്ടാണ് നമുക്ക് റൂമും കാര്യങ്ങളും അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡിങ് നമ്മുടെ പാക്കേജും കാര്യങ്ങളും വരെ നമ്മളിതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനിയാണ് നമ്മുടെ ബ്രൂക്ക് ആൻഡ് ബോൾഡേഴ്സ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഫുൾ വ്യൂ കാണാൻ സാധിക്കുന്നത്. ഇതിൽ നമ്മുടെ വെള്ളത്തിലുള്ള കുറച്ച് കളികളും എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നും തന്നെ ഇവർ കൃത്രിമമായിട്ട് വെച്ച് നട്ട് പിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടുന്ന് കുറച്ച് മുകളിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറാൻ പറ്റില്ല. ഇതിപ്പം അവരുടെ തന്നെ ഒരു ആളിൻ്റെ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനപ്പുറത്തേക്ക് വലയൊക്കെ അവർ കെട്ടിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് കയറാൻ പറ്റില്ല. റെസ്ട്രിക്റ്റഡ് ഏരിയയാണ് ഫോറസ്റ്റിൻ്റെ. അപ്പോൾ ഇതാണ് പ്രൈവറ്റ് ഏരിയയാണ് ഈ പറയുന്ന ബ്രൂക്ക് ആൻഡ് ബോൾഡേഴ്സ് എന്ന് പറയുന്ന റിസോർട്ട്. ഇതിനകത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം. അതിന് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. പൂളിന് നാച്ചുറൽ പൂളാണ്. അതിന് യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല. നോർമൽ നമ്മൾ ഏതെങ്കിലും റിസോർട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 6 PM ആകുമ്പോൾ അവർ പൂൾ അടയ്ക്കും. പിന്നെ നമുക്ക് അതിനകത്ത് ഇറങ്ങാനൊന്നും പറ്റില്ല. അതിൽ ബ്ലീച്ചിങ് ഒക്കെ ഇട്ടിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള ഇഷ്യൂസ് ഇല്ല. നമുക്ക് എത്ര ടൈം വേണമെങ്കിലും നമുക്ക് വെള്ളത്തിൽ കിടക്കാം. നമ്മൾ തണുത്ത് വിറച്ച് എണീറ്റ് പോകുന്നിടം വരെ നമുക്ക് വെള്ളത്തിൽ കിടക്കാം. മറ്റൊരാൾ അതായത് വേറെയും ഫാമിലി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും ആ വെള്ളത്തിൽ കിടക്കാം. ഇനി ഇതല്ലെങ്കിൽ ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ അരുവി പോലെ ചെറിയൊരു വെള്ളച്ചാട്ടവും അവിടെ ഒരു വെള്ളക്കെട്ട് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയും വെള്ളത്തിൽ മുങ്ങി കിടക്കാനുള്ള ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്. അപ്പോൾ നാച്ചുറൽ പൂളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ ബ്ലീച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഒരു പൈപ്പ് അവരിട്ടിട്ടുണ്ട്. ആ പൈപ്പിൽ ആ സൈഡിൽ നിന്ന് വരുന്ന അരുവിയിലെ വെള്ളമാണ് വന്ന് വീണുകൊണ്ടിരിക്കുന്നത്. നല്ല തണുത്ത വെള്ളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ അറിയാൻ പറ്റും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം.
ഞാൻ മുന്നേ പോയി കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് നമ്മുടെ ബാഗൊക്കെ എടുത്ത് റൂം കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ റൂമിലേക്കുള്ള യാത്രയാണ്. പ്രതീക്ഷിച്ച പോലെ ഒന്നും ആയിരുന്നില്ല. ഞാൻ ആദ്യം വീഡിയോ എടുക്കാൻ വന്ന സ്ഥലത്തിലേക്ക് തന്നെയാണ് നമ്മുടെ റൂമും വരുന്നത്. അതൊരു നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ആ ലെഫ്റ്റ് സൈഡിലൂടെ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റൂമിലേക്കുള്ള വഴിയാണ്. അപ്പം അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലം തന്നെ നല്ല ഭംഗിയാണ്. പാറകളാണ്, സൂക്ഷിച്ച് പോകണം, കാരണം പായലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ മെയിൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൈഡിലൊക്കെ നല്ല കുഴിയൊക്കെയാണ്. അപ്പോൾ സൂക്ഷിച്ച് നടന്നില്ല, മഴയൊക്കെ പെയ്ത് കിടക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നേരെ താഴെ പോവുകയുള്ളൂ. അത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് നമ്മൾ പോവാം. അങ്ങനെ ഇതാണ് നമ്മുടെ വാസസ്ഥലം. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന താഴെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓർക്കുമ്പോൾ ഇത് ചെറിയ റൂമാണല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഈ ഒരു ചെറിയ ഹൗസിനകത്ത് തന്നെ അവർ ചെയ്തിരിക്കുന്ന ഒരു 8 ബെഡുണ്ട്. അതേപോലെ തന്നെ 7, 8, 9, 10 പേർക്കോളം അതിനകത്തിൽ റെസ്റ്റ് എടുക്കാൻ പറ്റും. നമ്മൾ ഫുഡ് പുറത്തുനിന്ന് മേടിച്ചുകൊണ്ടാണ് വന്നത്. ഉച്ചക്കത്തേക്കുള്ള ഫുഡ്. നമ്മുടെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് 2 മണി മുതൽ നെക്സ്റ്റ് ഡേ 12 മണി വരെയാണ് ചെക്ക് ഇൻ ടൈം. അപ്പോൾ ചെക്ക് ഇൻ ടൈം 2 മണിയാണ് തലേ ദിവസം. നെക്സ്റ്റ് ഡേയിൽ 12 മണിയാവുന്ന സമയത്ത് ചെക്ക് ഔട്ട് ചെയ്യണം. അപ്പോൾ ആ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളപ്പോൾ വന്ന സമയത്ത് വിശന്ന് വലഞ്ഞാണ് വന്നത്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് അവിടെ നിന്ന് തന്നെ കഴിച്ചു. നൈറ്റ് ഫുഡാണ് നമ്മൾ പിന്നെ അവിടുന്ന് നൈറ്റും രാവിലത്തെയും ഫുഡാണ് പിന്നെ നമ്മൾ അവിടുന്ന് കഴിച്ചത്. ഓക്കെ, അപ്പോൾ ബാക്കി നമ്മൾ ചെന്ന സമയത്തൊക്കെ നല്ല വെയിലാണ്. പിന്നീട് അങ്ങോട്ടാണ് ക്ലൈമറ്റ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്തത്. വന്ന സമയത്ത് തന്നെ നമ്മുടെ അരുവിയും പൂളും ഒക്കെ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് കുളിക്കണമെന്നായി. കാരണം അത്രയും ചൂടത്തൊന്നും വന്നതല്ല. അപ്പോൾ പോയി കുളിച്ച് കളയാമെന്നുള്ള പ്ലാനിങ്ങിൽ വന്നപ്പോൾ തന്നെ എല്ലാവരും ഡ്രസ്സ് മാറ്റി കുളിക്കാനായിട്ടുള്ള തിരക്കായതുകൊണ്ട് എനിക്ക് ഫുൾ വിഷ്വൽസ് അതിനകത്ത് പകർത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ വെള്ളത്തിലെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമെത്തിയത് രാത്രിയായി. റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും വെള്ളത്തിൽ കിടക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ റൂമെത്തി. അതിനുശേഷം നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് 8 മണിയാകുമ്പോഴാണ് അവിടെ ഡിന്നർ കൊടുക്കുന്നത്. ആ ടൈമിൽ നമ്മൾ അവിടെ പോകണം. വേണമെങ്കിൽ അത് ഇപ്പം നമുക്ക് റൂമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർ അങ്ങനെ കൊണ്ടുതരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി കഴിക്കാനാണെങ്കിൽ അങ്ങനെ പോയി കഴിക്കാം. നമ്മൾ പറയുന്നതിനനുസരിച്ച് മാത്രമേ അവർ ഫുഡ് അറേഞ്ച് ചെയ്യുള്ളൂ. ഇപ്പോൾ 10 പേര് പോവുകയാണെങ്കിൽ 10 പേർക്കുള്ള ഫുഡ് അവർ അറേഞ്ച് ചെയ്യും. നമ്മൾ എത്രയാണോ പറയുന്നത് അതിനനുസരിച്ചുള്ള ഫുഡായിരിക്കും. അപ്പുറത്തേക്കൊരു ഫുഡ് നമുക്ക് അവർ തരില്ല. എത്ര പറയുന്നോ അത്രയ്ക്ക് അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയിൽ അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യും. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടുള്ള യാത്രയാണ്. അപ്പോൾ നമുക്ക് ബാക്കി ഇനിയും ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് എന്നതിന് ശേഷം കാണാം. നമ്മളവിടെ പറഞ്ഞിരുന്ന പൊറോട്ടയും ബീഫും അതേപോലെ ചിക്കനും ഒക്കെ ആയിരുന്നു. അപ്പോൾ ബാക്കി നമ്മൾ രാത്രിയിൽ കഴിച്ച ഫുഡിന് കാര്യമായിട്ടുള്ള ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ആ സമയത്ത് നമ്മളെല്ലാവരും അത് എൻജോയ് ചെയ്ത് കഴിക്കുകയാണ് ഉണ്ടായത്. നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് മാത്രം. അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ് ടോട്ടലി ചേഞ്ച് ആയി. രാത്രിയിലെല്ലാം മഴയായിരുന്നു. അപ്പോൾ ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം രാവിലെ എണീറ്റപ്പോൾ തന്നെ മഴ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോകാനുള്ള ടൈമുമായി.
നല്ലൊരു മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ നല്ല വ്യൂ ആണ്. താഴേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ റബ്ബറിൻ്റെ തോട്ടങ്ങളാണ്. അപ്പുറത്തെ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വനമേഖലയാണ്. അപ്പോൾ രാവിലെ ഒരു ബാത്റൂം ഉള്ളതുകൊണ്ട് 7 പേരുമുണ്ട്. അപ്പോൾ 7 പേർക്കും ബാത്റൂമിൽ പോകാനായിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അതോടൊപ്പം മഴ ആസ്വദിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയാണ് ഇവിടെ. അങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ടൊക്കെ ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ളൊരു പ്ലാനിങ്ങിൽ നമ്മൾ രാവിലെ കുളിക്കാനായിട്ട് വീണ്ടും ഇറങ്ങി. അപ്പോൾ നമ്മൾ മഴയൊക്കെ പെയ്ത് നല്ല തണുപ്പുണ്ടെങ്കിലും നമ്മളതൊന്നും കാര്യമാക്കുന്നില്ല. പോയത് മാക്സിമം എൻജോയ് ചെയ്യുക, മുതലാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നമ്മൾ വീണ്ടും പോകുന്നു പൂളിലേക്ക്. അങ്ങനെ ഫുഡ് കഴിക്കാൻ നമ്മൾ ചെന്ന സമയത്ത് മുകളിലേക്കൊക്കെ നോക്കുമ്പം മലകളൊക്കെ കാണുന്ന സമയത്ത് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കരടി അതേപോലെ ആനയുടെയൊക്കെ ശല്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. നമ്മൾ ചെന്ന സമയത്തൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങോട്ട് മുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അതെല്ലാം ഉണ്ടാവും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ്. ഇപ്പോൾ നമുക്ക് കണ്ടാൽ അറിയാൻ പറ്റും, നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഈ സമയത്ത്. നമ്മൾ നിൽക്കുന്ന സൈഡിലേക്ക് വലിയ മഞ്ഞൊന്നുമില്ല, പക്ഷേ അങ്ങേ സൈഡിലേക്ക് മലകളിലൊക്കെ നോക്കുമ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്.
അങ്ങനെ ബ്രൈമൂറിൽ ഞങ്ങൾ ഒരു ദിവസത്തെ താമസത്തിന് ശേഷം ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാനുള്ള ടൈം ആയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേയും കാര്യങ്ങളും അതേപോലെ അവിടെ എത്രയാണ് പേയ്മെൻറ്റ് കാര്യങ്ങൾ വരുന്നതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അവിടുന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്.